ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് PCOS അല്ലെങ്കിൽ PCOD പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ്. അപ്പോൾ കൗമാരക്കാരിൽ അല്ലെങ്കിൽ സ്ത്രീകളിലൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ്. അത്തരം കംപ്ലയിൻസ് ആയിട്ട് ഒത്തിരി സ്ത്രീകൾ എൻഡോക്രൈനോളജിസ്റ്റുകളുടെ അടുത്തേക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണങ്ങളെന്ന് പറയുന്നത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി, പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിന്, അതുപോലെ ശരീരത്തിൽ മെയിൽ പാറ്റേണിലുള്ള ഹെയർ ഗ്രോത്ത്, അതായത് താടിയൊക്കെ പോലുള്ള മെയിൽ പാറ്റേണിലുള്ള ഹെയറൊക്കെ വരിക, ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത്. ഇത് പൂർണ്ണമായിട്ടൊരു ഹോർമോൺ അസുഖമാണ് PCOS എന്ന് പറയുന്നത്. പലപ്പോഴും ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധമാണ് ഇതിനൊരു കാരണമായിട്ട് വരുന്നത്. കുട്ടികളിൽ ഉണ്ടാകുന്ന വ്യായാമക്കുറവ് അല്ലെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന അമിതവണ്ണം, ചെറുപ്പത്തിലുള്ള ആഹാരശീലങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇതൊക്കെ മൂലമാണ് പലപ്പോഴും അമിതവണ്ണവും അതോടൊപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസും പെൺകുട്ടികളിൽ ഇക്കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിനോടൊപ്പം തന്നെ ശരീരത്തിൽ പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുക, അതുവഴിയാണ് PCOS ഉണ്ടാകുന്നത്. ഇതിൻ്റെ അനന്തരഫലങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും മെൻസസ്സൊക്കെ പൂർണ്ണമായിട്ട് ഇറഗുലറായി മാറാം. അപ്പം കുട്ടികൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇൻഫെർട്ടിലിറ്റിയൊക്കെ ഉണ്ടാവാം, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങളുടെയൊക്കെ റിസ്ക് കൂടുതലായിട്ട് വരാം. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും PCOSൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കൗമാരക്കാരിലോ അല്ലെങ്കിൽ പെൺകുട്ടികളിലോ സ്ത്രീകളിലോ ഒക്കെ ഉണ്ടെങ്കിൽ, അവർക്ക് താടി വളർച്ചയോ മെൻസസ് ഇറഗുലർ ആവുകയോ അത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറെയോ എൻഡോക്രൈനോളജിൻ്റെയൊക്കെ സഹായം തേടിക്കൊണ്ട് അതിൻ്റേതായ ചികിത്സകൾ നടത്തി അത് മാറ്റി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായിട്ടും നമ്മൾ PCOS കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രോഗികളോട് പറയുക അവരുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 10% അവരുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. അപ്പം ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മോഡിഫിക്കേഷനാണ് പ്രാഥമികമായിട്ട് PCOSൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. അതായത് വെയിറ്റ് പരമാവധി കുറയ്ക്കുക, അതോടൊപ്പം നമ്മുടെ ഡെയിലി കാലറി ഇൻടേക്ക് പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു ടോട്ടൽ വെയിറ്റ് ലോസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ എക്സസൈസൊക്കെ പരമാവധി ജീവിതത്തിന് ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇതല്ലാതെ ഇപ്പോൾ പല ഫാർമക്കോ തെറാപ്പിയും മരുന്നുകൾ കൊടുത്തിട്ടുള്ള ചികിത്സകളും എന്നും ലഭ്യമാണ്. ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ലുകളും അല്ലെ ആൻറ്റി ആൻഡ്രോജൻ മെഡിക്കേഷൻസും അങ്ങനെയുള്ള പല മരുന്നുകളും, പിന്നെ വെയിറ്റ് കുറയ്ക്കാനുള്ള മെഡിക്കേഷൻസും മെറ്റ്ഫോമിനൊക്കെ പോലുള്ള മെഡിക്കേഷൻസും ഒക്കെ PCOSനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ PCOS ഉണ്ടെങ്കിൽ സസ്പെക്റ്റ് ചെയ്യുന്ന കുട്ടികൾ കൃത്യമായിട്ട് അതിൻ്റെ വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ട് അതിൻ്റെ രോഗത്തിൻ്റെ ഒരു സഹായം തേടി കൊണ്ട് കൃത്യമായ ചികിത്സയെടുത്ത് മുന്നോട്ട് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. Stay healthy. Follow for more.